അങ്ങനെ ഏകദേശം 4 മണിയോടുകൂടി ഞങ്ങൾ ചിന്നക്കനാലിലുള്ള വിൻ്റർ ഗാർഡൻ എന്ന് പറഞ്ഞ റിസോർട്ടിലെത്തി. ഞങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റിസോർട്ടും. പിന്നെ നാളെ രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്ക് കുളുക്കുമല പോകാനുള്ള ജീപ്പും കാര്യങ്ങളൊക്കെ. റിസോർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതായത് വലിയൊരു മലഞ്ചേരിയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ല കോടമഞ്ഞും എന്താ പറയുക, നല്ല അടിപൊളി ക്ലൈമറ്റാണ് അവിടെ. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ പുറത്തിറങ്ങി അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഫോണിൽ വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ഈ റിസോർട്ടിൻ്റെ ഒരു സൈഡ് വലിയൊരു മലയാണ്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. കുറേ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ റിസോർട്ടിൽ ഞങ്ങൾ ഏകദേശം ഒരു 5-6 റൂം എടുത്തിട്ടുണ്ട്. അപ്പം കൂടുതലുള്ളവരൊക്കെ റൂം ഒക്കെ നോക്കി അകത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ എനിക്ക് ആ സ്ഥലമൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തൂടെ കറങ്ങി നടക്കുമായിരുന്നു. ഇത് ഞാൻ താമസിച്ച റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ്. ഈ മഞ്ഞ കളറിൽ കാണുന്നൊരു പള്ളിയാണ്. അപ്പം കുറച്ച് പഴക്കമുള്ള പള്ളിയാണെന്ന് കണ്ടിട്ട് തോന്നി. ഇതാണ് റൂമിൽ എ സി ഒന്നുമില്ല കേട്ടോ. നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ടാണ് എ സിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫാൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളി ഒന്ന് പോയി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല പള്ളീൻ്റെ അടുത്തേക്ക് നീങ്ങി. റിസോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തൂടെ വേണം പള്ളിയിലേക്ക് പോകാൻ. ഇവിടെ ഒരു റോഡുണ്ട്. ഈ പള്ളി എനിക്ക് തോന്നുന്നു അധികം ആളുകളൊന്നും ഉപയോഗിക്കുന്നൊരു പള്ളിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. മുറ്റത്തൊക്കെ പുല്ലൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അത് ഞങ്ങൾ പള്ളിയുടെ സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കി. ഇവിടെ പള്ളിയുടെ ബാക്കിലൊരു പാറ ഉണ്ട്. അതിന് മുകളിൽ കയറി നിന്നാൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ താഴെ ഞങ്ങൾക്കൊരു അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പള്ളിയുടെ ബാക്കിലെ റിസോർട്ടും ഈ ആംബിയൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ പള്ളിയുടെ സൈഡിലൊരു നെല്ലിക്കയുടെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നെല്ലിക്ക ഉണ്ടോയെന്നൊക്കെ നോക്കി പറിക്കാനൊക്കെ നോക്കി. പക്ഷേ താഴത്ത് കൈ കൊണ്ടെത്തുന്ന ഭാഗത്തുള്ള ആളുകളൊക്കെ പറിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ചുമ്മാ ജസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് വന്നിട്ട് ഈ റിസോർട്ടിൻ്റെ മുകൾ ഭാഗത്തൊരു വലിയ മലയാണ്. ഈ മലയിലേക്ക് നമുക്ക് ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ റോഡ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഞങ്ങൾ 1-2 പേര് ആദ്യം ആ റോഡിനങ്ങ് നടന്നു പോയി. പിന്നെ എല്ലാവരും വന്നു. പിന്നെ രസമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും മുകളിൽ പോയി അവിടെ റോഡിൽ. പിന്നെ കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏറ്റവും പീക്കിലെത്തിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ടാറിങ് ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ റോഡ് പണി എന്താ പറയുക, സോളിങ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന പോലത്തെ ഒരു കണ്ടീഷനിലായിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. ഏറ്റവും മുകളിൽ പോയി അവിടെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. മുകളിലെത്തിയ സമയത്ത് നല്ല കോടമഞ്ഞായിരുന്നു. കോട അങ്ങനെ വന്നിങ്ങനെ മൂടിയ ഒരു സമയമായിരുന്നു മുകളിൽ.
ഇവിടുന്ന് പോകുന്നുണ്ട് നിയമ പൈപ്പ്. അത് റിസോർട്ടിന് നിൽക്കില്ല. ആടി റിസോർട്ട് കാണാതാ. അങ്ങനെ ഞങ്ങൾ മലയിൽ നിന്നൊക്കെ ഇറങ്ങി സമയം ഏകദേശം ഇരുട്ടി തുടങ്ങി. എല്ലാവരും റൂമിൽ പോയി ഫ്രഷായിട്ട് പുറത്തേക്ക് വന്നു റിസോർട്ടിൻ്റെ. നല്ല തണുപ്പായിരുന്നു അതേ സമയത്ത്. ഇവിടെ ഒരു കട്ട് ചെയ്ത് തന്നാൽ മതി. ചെറിയ പീസാക്കി കട്ട് ചെയ്ത്. ആ റിസോർട്ടിലെ സ്റ്റാഫ് ഈ വിറകൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഡീസൽ ഒഴിച്ചിട്ട് കത്തിച്ച് തുടങ്ങി. കാരണം നല്ല തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പിടിച്ച് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അവരിടയ്ക്ക് ഡീസൽ തന്നെ ഒഴിച്ചു. എന്നിട്ട് അതിന് തീ കൊടുത്തു. തീ കൊടുത്ത് പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് പിന്നെ ഡാൻസും പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങി.
ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്പീക്കറിന് സൗണ്ട് പോരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് വന്ന അതേ ട്രാവലർ ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് അതിൽ സിസ്റ്റത്തിൽ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് പിന്നെ അങ്ങ് എൻജോയ്മെൻ്റ് ആയിരുന്നു, ഡാൻസും പരിപാടിയൊക്കെ. നല്ല വ്യൂ അല്ലേ? പോരെ പോരെ. കളി 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 കളി. രാത്രി ക്യാമ്പ് ഫയറിന് ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എണീറ്റു. 4 മണി 4:15 ആയപ്പോഴേക്ക് റൂമിൻ്റെ ഭാഗത്തേക്ക് ജീപ്പ് വന്നായിരുന്നു. ആ ജീപ്പ് കയറി നേരെ കുളുക്കുമല കാണാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുളുക്കുമലയിലെ വിശേഷങ്ങളൊക്കെ കാണാം.